ഓം നമഃ ശിവായ. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. എല്ലാവർക്കും ആത്മനമസ്കാരം. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 30 പ്രചേതസ്സുകളുടെ കർമ്മങ്ങൾ. അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ പ്രാചീന ബർഹിസാണ് അവരുടെ പിതാവ്. പ്രചേതസ്സുകൾ അച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ച് തപസ് ചെയ്യാനായിട്ട് പോയതാണ്. അവർ പോയതിന് ശേഷം പ്രാചീന ബർഹിസ് ഭൂമി മുഴുവനും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് യാഗയജ്ഞാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പുണ്യം നേടി സ്വസ്ഥത ശരിയായ സുഖം അനുഭവിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി യാഗം നടത്തി ജീവിച്ചു പോരുകയായിരുന്നു. ആ സമയമാണ് നാരദ മഹർഷി വരുന്നത്. അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നത് ഒരു കഥയിലൂടെ പരോക്ഷമായി ആ ആത്മതത്വത്തെ പറഞ്ഞു കൊടുത്തു. ആ കഥയാണ് പുരഞ്ജനോപാഖ്യാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ പുരഞ്ജനൻ്റെ കഥയിലൂടെ എന്താണ് നാരദ മഹർഷി ഉപദേശിച്ചത് എന്ന തത്വരൂപത്തിൽ അവസാനവും പറഞ്ഞു കൊടുത്തു. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. പുനർജന്മങ്ങൾക്ക് കാരണമാക്കുന്നതും മോക്ഷത്തിന് ഒരുവനെ പുനർജന്മത്തിലേക്ക് നയിക്കുന്നതും മോക്ഷത്തിലേക്ക് നയിക്കുന്നതും മനസ്സാണ്. സകല കർമ്മങ്ങളും ചെയ്യാൻ ആരംഭിക്കുന്നതും മനസ്സിലൂടെ തന്നെയാണ്. ആ കർമ്മഫലങ്ങളെ ഇഹലോകത്തും പരലോകത്തായാലും അനുഭവിക്കുന്നതും മനസ്സുകൊണ്ട് തന്നെയാണ് എന്നൊക്കെ ആ തത്വത്തെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരികയായിരുന്നു. അപ്പം മനസ്സിൻ്റെ സംയമനമാണ് എല്ലാവരും ആത്യന്തികമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മനസ്സിൻ്റെ സങ്കല്പമാണ് എല്ലാത്തിൻ്റെയും കർമ്മത്തെ സാത്വികവും രാജസികവും താമസികവുമാക്കി മാറ്റുന്നത്. അതാണ് നമ്മളെ കർമ്മഫലങ്ങൾക്ക് വിധേയമാക്കുന്നത്. അപ്പം മനസ്സ് സംയമനത്തിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് മനസ്സ് നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് കരുതിയാൽ അത് തെറ്റാണ്. എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങൾ കൂടുതൽ കലുഷിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ സാഹചര്യം നന്നായിട്ട് മനസ്സിനെ നിയന്ത്രിക്കാം എന്ന് വിചാരിക്കുമ്പോൾ അത് തെറ്റാണ്. ഈ മനസ്സിനെ ഏതെങ്കിലും ഒന്നിലേക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ജീവിത വിജയം എന്ന് പറയുന്നത്. അവന് ജീവിതം നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കും, മനസ്സിനെ നിയന്ത്രിച്ച് പിടിക്കാൻ കഴിഞ്ഞാൽ. അങ്ങനെ സാധിച്ചാൽ മാത്രമാണ് നമുക്ക് ഇഹലോകത്തായാലും പരലോകത്തായാലും ആ ഒരു ശാന്തി എന്ന് പറയുന്ന അവസ്ഥയെ നേടാൻ സാധിക്കുള്ളൂ. അപ്പം മനസ്സിനെ നമ്മൾ പിടിച്ചു നിർത്തണ്ടേ ഏതെങ്കിലും ഒന്നിലേക്ക്? അത് ഭഗവാൻ തന്നെയാണ് അതിന് ഒരേ ഒരു ആശ്രയസ്ഥാനം. മനസ്സിനെ കണ്ണടച്ചാൽ മനസ്സിൽ ഭഗവാന്റെ പാദങ്ങൾ കണ്ണടച്ചാൽ മനസ്സിൽ ഭഗവാന്റെ ആ തൃപ്പാദങ്ങൾ കാണാൻ സാധിക്കണം നമുക്ക്. എന്നിട്ട് സങ്കല്പം മുഴുവൻ ആ പാദങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. സകല കർമ്മങ്ങളും ചെയ്ത് കർമ്മത്തിൽ നിന്ന് മുക്തിയല്ല, എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അതിനുശേഷം അപ്പോൾ പ്രാചീന ബർഹിസ് അതിനുശേഷം പിന്നീട് അദ്ദേഹം ഒരു രാജർഷിയായി മാറി എന്നാണ് പറയുന്നത്. അതായത് രാജാവിനെ പോലെ ജീവിക്കുന്നുണ്ടെങ്കിലും പ്രാചീന ബർഹിസിൻ്റെ മനസ്സ് ഋഷിതുല്യമായി മാറി. അങ്ങനെ അദ്ദേഹം ആ രാജകൊട്ടാരത്തിലെ മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുത്തു. പ്രചേതസ്സുകളെ എത്രയും പെട്ടെന്ന് തിരിച്ചു വിളിക്കണം, എന്നിട്ട് അവർക്ക് രാജ്യഭരണം ഏൽപ്പിച്ചു കൊടുക്കണം, പ്രജകളുടെ സംരക്ഷണം അവരെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് പ്രാചീന ബർഹിസ് കൊട്ടാരം ഉപേക്ഷിച്ച് ഇറങ്ങി. അങ്ങനെ കപിലാശ്രമത്തിൽ അവിടെ പോയി തപസ് ചെയ്ത് അങ്ങനെ ഭഗവാനുമായിട്ട് ആ ഒരു സാരൂപ്യ മുക്തി, ഭഗവാന്റെ അതേ രൂപത്തെ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു മുക്തിയെ അദ്ദേഹം പ്രാപിക്കുകയും ചെയ്തു. പിന്നീട് പ്രചേതസ്സുകൾ എന്ത് ചെയ്തു എന്നാണ് അധ്യായം 30 പറയുന്നത്. അപ്പോൾ ഇവിടെ മൈത്രേയ മഹർഷി വിതുരരോട് പറഞ്ഞതാണ് നാരദ മഹർഷിയും പ്രാചീന ബർഹിസുമായിട്ടുള്ള ഈ സംവാദം. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വിതുരർ മൈത്രേയ മഹർഷിയോട് തിരിച്ചു ചോദിക്കുകയാണ്. വിതുര ഉവാച
യേ ത്വയാ അഭിഹിത ബ്രഹ്മൻ സുതാഹ പ്രാചീന ബർഹിഷഃ തേ രുദ്രഗീതേന ഹരിം സിദ്ധിം ആപുഹു പ്രദോഷ്യ കാം. യേ എന്ന് വെച്ചാൽ അവരെ, ത്വയാ അങ്ങയാൽ, അഭിഹിത പറഞ്ഞു തന്ന, ബ്രഹ്മൻ ബ്രഹ്മൻ എന്ന് വെച്ചാൽ ഇവിടെ വിതുരർ വിളിക്കുകയാണ്, അല്ലയോ മൈത്രേയ മഹർഷി, പ്രാചീന ബർഹിഷ സുത, പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാരായ പ്രചേതസ്സുകളെ കുറിച്ച് ത്വയ അങ്ങയാൽ, അഭിഹിത പറഞ്ഞു തന്നില്ലേ, എനിക്ക് പറഞ്ഞു തന്നില്ലേ, പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം അവർ തപസ് ചെയ്യാൻ പോയത്. ഏ അവരെ കുറിച്ച്, തേ അവർ രുദ്രഗീതേന ആ രുദ്രഗീതം ജപിച്ചുകൊണ്ട് ഹരിം ആ ഭഗവാനെ, അതായത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി, സംതൃപ്തനാക്കി, അല്ലെങ്കിൽ ഭഗവാനെ ഭജിച്ചു എന്നർത്ഥം. എന്നിട്ട് പ്രദോഷ്യ എന്ന് വെച്ചാൽ സംപ്രീതനാക്കി, ഭഗവാനെ സംതൃപ്തനാക്കി. അപ്പോൾ കാം എന്ത്, സിദ്ധിം ആബുഹു എന്നിട്ട് അവരെന്ത് സിദ്ധിയെയാണ് നേടിയത് എന്നാണ് വിതുരർ ചോദിക്കുന്നത്. അപ്പോൾ മൈത്രേയ മഹർഷിയോട് പറയാണ്, പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാർ തപസ് രുദ്രഗീതം ജപിച്ചു ഭഗവാനെ തപസ് ചെയ്തു എന്ന് പറഞ്ഞിരുന്നുവല്ലോ അങ്ങ്. അങ്ങനെ തപസ് ചെയ്തിട്ട് ഭഗവാനെ സംപ്രീതനാക്കി എന്നും അറിഞ്ഞു. അങ്ങനെ ചെയ്തിട്ട് അവർ എന്താണ് നേടിയത് എന്ന് ചോദിക്കുകയാണ്. ഇനി രണ്ടാമതൊന്നുകൂടി, കിം ബാർഹസ്പത്യേ ഇഹ പരത്രവ അധ കൈവല്യനാഥ പ്രിയ പാർശ്വവർത്തിനഃ ആസാദ്യദേവം ഗിരിശം യദൃച്ഛയാ പ്രാബുഹു പരം നൂനം അധ പ്രചേതസഃ. ഇപ്പോൾ ഇവിടെ പറയുന്നത് പ്രചേതസഃ, ആ പ്രചേതസ്സുകൾ ബാർഹസ്പത്യേ എന്ന് പറഞ്ഞാൽ അർത്ഥം ബൃഹസ്പതിയുടെ ശിഷ്യൻ എന്നാണ്. ബാർഹസ്പതി എന്ന് വെച്ചാൽ ബൃഹസ്പതിയുടെ ശിഷ്യൻ. അപ്പോൾ ഇവിടെ വിതുരർ മൈത്രേയ മഹർഷിയെയാണ് വിളിക്കുന്നത്, അല്ലയോ ബൃഹസ്പതിയുടെ ശിഷ്യനായ മൈത്രേയ മഹർഷി. ഇവിടെ പറയുന്നത് ആ പ്രചേതസ്സുകൾ കൈവല്യനാഥ മോക്ഷദായകനും പ്രിയ പാർശ്വവർത്തിന തൻ്റെ പ്രിയ സുഹൃത്തുമായിട്ടുള്ള ദേവം ഗിരിശം മഹാദേവനെ യദൃശ്യയ ആസാദ്യ യാദൃശികമായി പോകുന്ന വഴിക്ക് കണ്ടിട്ടു അങ്ങനെ പ്രാബുഹു പരം ആ ആത്മസാക്ഷാത്കാരത്തെ പ്രാപിച്ചിട്ടുണ്ടാവുമല്ലോ അവർ, പരം അത് ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. ന്യൂനം തീർച്ചയാണത്, അധ പ്രചേതസ്സുകൾ. അപ്പോൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഹ ഇവിടെ ഈ ലോകത്തിലും പരത്രഹ അതായത് പരലോകത്തിലും, അധഹ എന്ന് വെച്ചാൽ അതിനു മുൻപ്, അതായത് പ്രചേതസ്സുകൾ തപസ് ചെയ്യാൻ പോകുന്ന വഴിക്ക് യാദൃശികമായിട്ട് കൈവല്യനാഥനായ മോക്ഷദായകനായിട്ടുള്ള ഭഗവാന്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള മഹാദേവനെ യാദൃശികമായിട്ട് കണ്ടുമുട്ടുകയാണ്. അങ്ങനെ മഹാദേവൻ രുദ്രഗീതം ജപിച്ച് ഭഗവാനെ സ്തുതിക്കാൻ പറഞ്ഞു. അങ്ങനെ രുദ്രഗീതം ജപിച്ച് ഭഗവാനെ സംപ്രീതനാക്കിയിട്ട് തീർച്ചയായിട്ടും പ്രചേതസ്സുകൾ അത് മുക്തിയെ പ്രാപിച്ച് സാക്ഷാത്കാരം നേടിയിട്ടുണ്ടാവും. ഇവിടെ വിതുരർ ചോദിക്കുന്നത് അധഹ എന്ന് വെച്ചാൽ അതിനു മുൻപായിട്ട് ഇഹലോകത്തിലും പരലോകത്തിലും കിം അവരെന്താണ് ആ തപസ് ചെയ്ത് വന്നതിന് ശേഷം അവർക്ക് എന്താണ് നേട്ടമുണ്ടായിട്ടുള്ളത്. അവർ മുക്തിയെ പ്രാപിച്ചിട്ടുണ്ടാവും, അതിന് ശേഷമല്ലേ, അത് ഈ ജന്മം തീർന്നതിന് ശേഷമല്ലേ. പക്ഷെ അതിന് മുൻപായിട്ട് ഈ ഒരു ജന്മത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവർ എന്താണ് അവർ നേടിയത്, എന്ത് സിദ്ധിയെയാണ് അവർ ഈ തപസ് ചെയ്തതിന് ശേഷം പ്രാപിച്ചത്, എങ്ങനെയാണ് അവർ ഈ ലോകത്ത് ജീവിച്ചത് എന്നാണ് ആ ചോദ്യം. അപ്പോൾ മൈത്രേയ മഹർഷി അതിന് ഉത്തരം പറയുകയാണ് ശ്ലോകം 3. പ്രചേതസഃ അന്ത ഉദദൗ പിതുഹു ആദേശകാരിണഃ ജപയജ്ഞേന തപസാ പുരഞ്ജനം അതോഷയൻ. മൈത്രേയ മഹർഷി ഉത്തരം പറയാണ്, പ്രചേതസ്സുകൾ അന്ത ഉദദൗ സമുദ്രത്തിൻ്റെ അന്തർഭാഗത്ത് പിതുഹു ആദേശകാരിണഃ പിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ജപയജ്ഞേന രുദ്രഗീതം ജപിച്ചുകൊണ്ട് തപസ് ചെയ്ത് പുരഞ്ജനം ആ ഭഗവാനെ അതോഷയൻ സംതൃപ്തരാക്കിയെന്ന്. മനസ്സിലായ? അപ്പോൾ പ്രചേതസ്സുകൾ മഹാദേവൻ്റെ നിർദ്ദേശപ്രകാരം സമുദ്രത്തിനടിയിൽ ചെന്ന് അന്തർഭാഗത്തിരുന്ന് ഭഗവാനെ തപസ് ചെയ്തിട്ട് രുദ്രഗീതം ജപിച്ച് തപസ് ചെയ്തിട്ട് മഹാവിഷ്ണുവിനെ സംപ്രീതനാക്കി എന്നാണ് പറയുന്നത്.
ശ്ലോകം 4. ദശവർഷസഹസ്രാന്തേ പുരുഷഃ തു സനാതനഃ തേഷാം ആവിർഭൂത് കൃച്ഛം ശാന്തേന ശമയൻ രുചഃ. ദശവർഷസഹസ്ര അന്തേ 10,000 സംവത്സരം തപസ് ചെയ്ത് അതിൻ്റെ അവസാനത്തിൽ പുരുഷഃ തു സനാതന ശാശ്വതമായ പുരുഷനായ ഭഗവാനെ തേഷാം ഭഗവാൻ തേഷാം എന്ന് വെച്ചാൽ അവരുടെ മുൻപിൽ ആവിർഭവിച്ചു. അതെങ്ങനെയാണ് ആവിർഭവിച്ചത്? കൃച്ഛം എന്ന് വെച്ചാൽ ആ കഠിനമായ തപസ്സിനെ ശാന്തേന എന്നിട്ട് ശമിപ്പിച്ചു. കൃച്ഛം ശമയൻ കഠിനമായ തപസ്സിനെ ശമയൻ എന്ന് വെച്ചാൽ ശമിപ്പിച്ചു. ശാന്തേന രുച പ്രസന്നമായ ഭാവത്തോടു കൂടിയാണ് ഭഗവാൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന്. 10,000 സംവത്സരം കാലം സമുദ്രത്തിനടിയിൽ തപസ് ചെയ്ത് അവരുടെ മുന്നിൽ സംപ്രീതനായിട്ട് ഭഗവാൻ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു, അതും പ്രസന്നമായ മുഖത്തോടു കൂടിയിട്ട്. എന്നിട്ട് അവരുടെ ആ കഠിന തപസ്സിനെ അങ്ങോട്ട് ശമിപ്പിച്ചു എന്ന് വെച്ചാൽ അവരെ ആ തപസ്സിൽ നിന്നും മുക്തരാക്കി, അതായത് അത് അവസാനിപ്പിച്ചു എന്നർത്ഥം. ഇനി ഭഗവാൻ എങ്ങനെയാണ് പ്രചേതസ്സുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്? അതാണ് ഇനി അടുത്ത 2 ശ്ലോകങ്ങളിൽ പറയുന്നത്. ശ്ലോകം 5. സുപർണസ്കന്ധം ആരൂഢഃ മേരുശൃംഗം ഇവ അംബുദഃ പീതവാസ മണിഗ്രീവ കുർവൻ വിതിമിര ദിശഃ. സുവർണസ്കന്ധം അറിയാലോ, ഗരുഡൻ്റെ തോളിൽ ആരൂഢം ഇരിക്കുന്ന ആ ഭഗവാൻ മേരുശൃംഗം മേരുപർവ്വതത്തിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ ഉച്ചിയിലായിട്ട് അംബുദഃ ഒരു കാർമേഘം ഇവ ഇരിക്കുന്നത് പോലെയായിട്ടാണ് വന്നത് എന്ന്. മേരുപർവ്വതത്തിൻ്റെ ഏറ്റവും ഉച്ചിയിൽ ഒരു കാർമേഘം വന്ന് തൊട്ട് നിൽക്കുന്നത് പോലെ തോന്നും. അതുപോലെയാണ് ഗരുഡൻ്റെ തോളിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ വന്നത്. പീതവാസ മഞ്ഞപ്പട്ടുടയാട ചുറ്റി മണിഗ്രീവ കൗസ്തുഭരത്നത്താൽ അലങ്കരിക്കപ്പെട്ട കണ്ഠം, അങ്ങനെ കുറുവൻ അങ്ങനെയാണ് ഭഗവാൻ വന്നത്. വിതിമിര ദിശഃ ദിക്കുകളെ മുഴുവനും പ്രകാശിപ്പിച്ചുകൊണ്ട് ആ അന്ധകാരത്തെ വിതിമിര ദിശഃ അന്ധകാരത്തെ ഇല്ലാതാക്കി ദിക്കുകളെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ശ്ലോകം 6. കാശിഷ്ണുന കനകവർണ വിഭൂഷണേന ഭ്രാജത് കപോലവദന വിലസത് കിരീടഃ അഷ്ടായുധൈഃ അനുചരൈഃ മുനിഭിഃ സുരേന്ദ്രൈഃ ആസേവിതഃ ഗരുഡ കിന്നര ഗീത കീർത്തിഃ. കാശിഷ്ണുന പ്രകാശിപ്പിക്കുന്ന കനകവർണ്ണ സ്വർണ്ണ നിറത്തിലുള്ള വിഭൂഷണേന ആഭരണങ്ങളോടുകൂടി, അപ്പം പ്രകാശം പരത്തുന്ന സ്വർണ്ണ നിറത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ഭ്രാജത് കപോലവദന ഭ്രാജത് എന്ന് വെച്ചാൽ തിളങ്ങുന്ന, കപോലം നെറ്റിത്തടത്തോടു കൂടിയ വദനം മുഖം, വിലസത് കിരീടം കണ്ണഞ്ചിക്കുന്ന കിരീടമണിയുന്നു, അഷ്ടായുധൈഹി 8 ആയുധങ്ങളും കയ്യിലുണ്ട്, പിന്നെ അനുചരൈഹി അനുചരന്മാരായിട്ട് മുനിഭിഹി സുരേന്ദ്രൈഹി മഹർഷിമാരും ദേവന്മാരും ആ സേവിത അങ്ങനെ അവരാൽ സേവിക്കപ്പെട്ടുകൊണ്ട് ഗരുഡ കിന്നര ഗീത കീർത്തി ഗരുഡനും കിന്നരന്മാരും ഭഗവാനെ സ്തുതിച്ച് കീർത്തിക്കുന്നുമുണ്ട്. അങ്ങനെയാണ് വന്നത് എന്ന്. അപ്പം പ്രകാശിപ്പിക്കുന്ന സ്വർണ്ണ നിറമുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആ തിളങ്ങുന്ന നെറ്റിത്തടത്തോടു കൂടിയ മുഖവും കണ്ണഞ്ചിക്കുന്ന കിരീടവും വെച്ച് 8 ആയുധങ്ങളും കയ്യിലേന്തി മഹർഷിമാരാലും ദേവന്മാരാലും സേവിക്കപ്പെട്ട് അവരുടെ അകമ്പടിയോടുകൂടി ഗരുഡനും കിന്നരന്മാരും ഭഗവാനെ സ്തുതിച്ചു പാടുന്നുമുണ്ട്. അങ്ങനെയാണ് അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ടാണ് ഭഗവാൻ അവിടെ വന്നത്. ശ്ലോകം 7. പീന ആയത അഷ്ടഭുജ മണ്ഡല മധ്യലക്ഷ്മ്യാ സ്പർദ്ധശ്രിയാ പരിവൃത വനമാലയ അദ്യഃ ബർഹിഷ്മതഃ പുരുഷ ആഹ സുതാൻ പ്രപന്നാൻ പർജന്യനാദരുദയാ സ ഗൃണ അവലോകഃ. പീനം തടിച്ച, ആയത നീണ്ട, അഷ്ടഭുജം 8 കൈകളുണ്ട്, അതിൻ്റെ മണ്ഡലം ആ അഷ്ടഭുജ 8 കൈകളുടെ കൂട്ടം, ആ കൂട്ടത്തിൻ്റെ മധ്യേ ലക്ഷ്മ്യ മധ്യത്തിൽ ആ കരവലയത്തിൽ ഉള്ളിൽ ലക്ഷ്മി ദേവി ഇരിക്കുന്നു. സ്പർദ്ധശ്രിയ അതായത് മത്സരിക്കുന്ന, ശ്രിയ സൗന്ദര്യം, മത്സരിക്കുന്ന സൗന്ദര്യത്തോടു കൂടിയ ആര് തമ്മിലാണ് മത്സരിക്കുന്നത്? ഭഗവാനും പരിവൃതഃ എന്ന് വെച്ചാൽ എല്ലാം കൊണ്ടും ചുറ്റപ്പെട്ട് നിൽക്കുന്ന വനമാലയും. അപ്പം വനമാലയുടെ മറ്റാഭരണങ്ങളാൽ ചുറ്റപ്പെട്ട് നടുക്കിൽ വനമാല ചാർത്തിയിരിക്കുന്നു. അപ്പോൾ വനമാലയുടെ സൗന്ദര്യവും ഭഗവാന്റെ സൗന്ദര്യവും പരസ്പരം മത്സരിക്കുകയാണെന്ന്. അതാണ് മത്സരിക്കുന്ന സൗന്ദര്യത്തോടു കൂടിയ ഭഗവാനും കഴുത്തിൽ വനമാല ചാർത്തിയ ഭഗവാനും അദ്യ
പുരുഷ, ആദ്യ പുരുഷനായ ഭഗവാൻ, ബർഹിഷ്മത, പ്രാചീന ബർഹിസിൻ്റെ സുതാഹ, പുത്രന്മാര്, പ്രപന്നാൻ, തൻ്റെ മുന്നിൽ ശരണം പ്രാപിച്ചു നിൽക്കുന്ന ആ പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാരോടായിട്ട് ആഹാ ഇപ്രകാരം പറഞ്ഞു. പർജന്യനാഥ ഹൃദയ, മേഘഗർജനം പോലെയുള്ള ഇടിമുഴക്കം പോലെയുള്ള ശബ്ദമായിരുന്നു. എന്നാൽ സകൃണ അവലോക, അതായത് കരുണാകടാക്ഷം, അതായത് അവരോടുള്ള കരുണയോടുകൂടിയ നോട്ടത്തോടു കൂടിയാണ് ഭഗവാൻ പറഞ്ഞത് എന്ന്. അപ്പോൾ നീണ്ടു തടിച്ച ആ 8 കൈകളുടെ മധ്യത്തിൽ ലക്ഷ്മി ദേവിയുമുണ്ട്. ഭഗവാനും വനമാലയും തമ്മിൽ അത്രയും സൗന്ദര്യത്തിൻ്റെ ആ ഒരു മത്സരമായിരുന്നു. വനമാലയുടെ സൗന്ദര്യവും ഭഗവാന്റെ സൗന്ദര്യമാണ് ഏറ്റവും മികച്ചത് എന്ന് തോന്നുന്ന മത്സരിപ്പിക്കുന്ന സൗന്ദര്യത്തോടു കൂടിയ വനമാല ചാർത്തിയ ഭഗവാന്റെ രൂപം, ആദ്യ പുരുഷനായ ഭഗവാൻ, പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാർ, തൻ്റെ മുന്നിൽ ഇങ്ങനെ ശരണാഗതി അടഞ്ഞു നിൽക്കുന്ന പ്രജേതസ്സുകളോടായിട്ട് മേഘഗർജനം പോലെ എന്നാൽ അനുകമ്പയുള്ള കടാക്ഷത്തോടു കൂടി ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. ശ്രീ ഭഗവാൻ ഉവാച, ഭഗവാൻ എന്താണ് പറഞ്ഞത്? വരം വൃണീധ്വം ഭദ്രം വഹ യൂയം മേ നൃപനന്ദനാഹ സൗഹാർദ്ദേന അഭൃദക് ധർമ്മ തുഷ്ടഃ അഹം സൗഹൃദേന വാ. ഹേ നൃപനന്ദന, അല്ലയോ രാജപുത്രന്മാരെ, ഭദ്രം വാഹ, നിങ്ങൾക്ക് മംഗളം വരട്ടെ. മേ, എന്നോട്, യൂയം, നിങ്ങൾ, വരം വൃണീധ്വ, വരം ചോദിച്ചോളൂ. നിങ്ങൾ എന്ത് വരം വേണമെങ്കിലും എന്നോട് ചോദിച്ചോളൂ. കാരണം എന്താണെന്നോ? അഹം, ഞാൻ, സൗഹൃദേനവ, നിങ്ങളുടെ ഈ സൗഹൃദം കണ്ടിട്ട്, അതായത് പ്രജേതസ്സുകൾ എന്ന് പറഞ്ഞാൽ 10 പുത്രന്മാരില്ലേ, ഈ സൗഹൃദം കണ്ടിട്ട് തുഷ്ടഃ, വളരെ സംപ്രീതനായിരിക്കുന്നു. എങ്ങനെയുള്ള സൗഹൃദമാണ് അവരുടെ? സൗഹൃദേന അപൃഥക് ധർമ്മ, അതായത് സൗഹൃദത്തിലൂടെ, അപൃഥക് എന്ന് വെച്ചാൽ വ്യത്യാസമില്ലാത്ത ധർമ്മ, ധാർമ്മിക ആചരണങ്ങളോടെ ജീവിക്കുന്നവരായിരുന്നു അവർ, അല്ലേ? പേര് 10 പേർക്കും ഒന്നാ, പ്രജേതസ്സുകൾ. കണ്ടാലും ഒരുപോലെ, അവരുടെ പ്രവൃത്തിയും ഒരുപോലെ, ധാർമ്മിക ആചരണം, ധർമ്മം അവർ ആചരിക്കുന്നത് ഒരേപോലെ, മനസ്സിനും കർമ്മം, ശരീരം കൊണ്ട് അവർ കർമ്മം ചെയ്യുന്നത്, ധാർമ്മികമായ ആ കർമ്മം ഒരേപോലെയാണ്. ഒരാളുടെ മനസ്സിൽ പോലും ഒരല്പം പോലും വ്യത്യാസം ഇല്ലാത്ത രീതിയിൽ ഒരേപോലെ. അപ്പോൾ സൗഹൃദത്തോടെ ഒരേപോലെയുള്ള വ്യത്യാസമില്ലാത്ത ധർമ്മ ആചരണത്തിലൂടെ ജീവിക്കുന്ന നിങ്ങളുടെ ഈ ഒരുമ കണ്ടിട്ട്, നിങ്ങളുടെ ഈ സൗഹൃദം, ഈ 10 പേരുടെയും ഒരുമ, ഇന്നത്തെ കാലത്ത് 10 പേരുണ്ടെങ്കിൽ 10,000 അഭിപ്രായമായിരിക്കും എന്നല്ലേ പറയാം. അപ്പോൾ ആ 10 പേരുടെയും സൗഹൃദയും ഒരുമയും കണ്ടിട്ട് ഞാൻ നിങ്ങളിൽ സംപ്രീതനായിരിക്കുന്നു. എന്ത് വരം വേണമെങ്കിലും എന്നോട് ചോദിച്ചുകൊള്ളൂ എന്നാണ് ഭഗവാൻ ആദ്യം പറഞ്ഞത്. ശ്ലോകം 9. യേ അനുസ്മരതി സന്ധ്യായാം യുഷ്മൻ അനുദിനം നരഃ തസ്യ ഭ്രാതൃഷു ആത്മസാമ്യം തഥാ ഭൂതേഷു സൗഹൃദം. അതിനുശേഷം അവർക്കല്ല, പ്രാചീന ബർഹിസുകളെ മനസ്സിൽ ഓർക്കുന്ന മറ്റു ജനങ്ങൾക്കായിട്ട് ഭഗവാൻ ഒരു വരം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രാചീന ബർഹിസ് അല്ല, പ്രജേതസ്സുകൾക്കല്ല വരം കൊടുക്കുന്നത്, പ്രജേതസ്സുകളെ സ്മരിക്കുന്നവർക്ക് ഉള്ള ഒരു വരമാണ് ആദ്യം കൊടുക്കുന്നത്. യേഹ, ഏതൊരു ആളാണോ അനുസ്മരതി, സ്മരിക്കുന്നത്, സന്ധ്യായാം, സന്ധ്യ നേരത്ത്, യുഷ്മാൻ, നിങ്ങളെ, അനുദിനം, ദിനം തോറും, നരഹ, ഏതൊരു മനുഷ്യനാണോ എല്ലാ ദിവസവും സന്ധ്യ നേരത്ത്, അപ്പോൾ സമയം ഓർക്കുക, സന്ധ്യ സമയത്ത് ഈ പ്രജേതസ്സുകളെ മനസ്സിൽ സ്മരിക്കുന്നത്, തസ്യ, അവന്, ഭ്രാതൃഷു ആത്മസാമ്യം, അവന് ആത്മസാമ്യം, രൂപം കൊണ്ടും സ്വഭാവം കൊണ്ടും അവന് തുല്യനായ സഹോദരങ്ങളെ അവന് ലഭിക്കും. തഥാ, അതുപോലെ ഭൂതേഷു സൗഹൃദം, എല്ലാ ജീവചരാചരങ്ങളോടും അവർക്ക് സൗഹൃദ മനോഭാവമാണ് ഉണ്ടാവുക. എല്ലാ ജീവജാലങ്ങളോടും അവർക്ക് സൗഹൃദമാണ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. അപ്പം എല്ലാ ദിവസവും സന്ധ്യ നേരത്ത് ഈ പ്രജേതസ്സുകളെ മനസ്സിൽ സ്മരിക്കുന്നത് ആരാണോ അവർക്ക് അത്രയും സൗഹൃദത്തിലുള്ള, അവർക്ക് തുല്യമായിട്ടുള്ള സ്വഭാവവും അവർക്ക് തുല്യമായ രൂപം കൊണ്ടും എല്ലാം കൊണ്ടും അവർക്ക് തുല്യമായ, അവരെ പോലെ തന്നെ ചിന്തിക്കുന്ന, സൗഹൃദമുള്ള, അത്രയും സ്നേഹമുള്ള സഹോദരങ്ങളെയും ലഭിക്കും. അവർ ഈ ലോകത്തെ എല്ലാ ജീവസത്തകളോടും സൗഹൃദമുള്ളവരായിരിക്കുകയും ചെയ്യും എന്നൊരനുഗ്രഹം കൊടുത്തു. ഇനി ഇവരോടായിട്ട് പറയാണ്, ശ്ലോകം 10. യേ തൂ മാം രുദ്രഗീതേന സായം പ്രാതസമാഹിതഃ സ്തുവന്തി അഹം കാമവരാൻ ദാസ്യേ പ്രജ്ഞാം ച ശോഭനാം.
ഏതൊരു വ്യക്തികളാണോ ഏതു മാം എന്നെ രുദ്രഗീതേന രുദ്രഗീതം ചൊല്ലി സായം പ്രാതഃ വൈകുന്നേരവും രാവിലെയും സമാഹിത ഏകാഗ്രമായ മനസ്സോടെ സ്തുതിക്കുന്നത് അഹം ഞാൻ അവർക്ക് കാമവരാൻ അവർ ആഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് സാധിച്ചു കൊടുക്കും. ദാസ്യ എന്ന് വെച്ചാൽ നൽകും. ഒപ്പം പ്രജ്ഞാം ച ശോഭനാം തെളിഞ്ഞ ബുദ്ധിയെയും അവർക്ക് കൊടുക്കുന്നു. പ്രചോദിതമായ ബുദ്ധിയെ ആഗ്രഹിക്കുന്നതെല്ലാം സാധിച്ചു കൊടുത്താൽ സാധാരണ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരല്പ അഹങ്കാരത്തിലേക്ക് വരും അല്ലേ? അപ്പോൾ അതില്ലാതെ പ്രചോദിതമായ ഒരു ബുദ്ധിയെയും അവർക്ക് കൊടുക്കും. അപ്പോൾ അവരെ മുക്തിക്ക് യോഗ്യരാക്കി തീർക്കും എന്നർത്ഥം. മനസ്സിലായ? ആരാണോ രുദ്രഗീതം ചൊല്ലി രാവിലെയും വൈകുന്നേരവും എന്നെ ഏകാഗ്രമായ മനസ്സോടെ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടാ. വെറുതെ മറ്റെന്തെങ്കിലും ചിന്തിച്ചിരുന്ന് ചൊല്ലിയിട്ടല്ല, ഏകാഗ്രമായ മനസ്സോടെ സ്തുതിക്കുന്നത്, എന്നെ പ്രാർത്ഥിക്കുന്നത്, അവർക്ക് അവരാഗ്രഹിച്ച എല്ലാ വരങ്ങളും കൊടുക്കും. അതോടൊപ്പം അവർക്ക് പ്രചോദിതമായ ഒരു ബുദ്ധിയെയും ഞാൻ നൽകും. ശ്ലോകം 11. യത് യൂയം പിതുഹു ആദേശം അഗ്രഹിഷ്ട മുദാന്വിത അധോ വ ഉഷതി കീർത്തി ലോകാൻ അനുഭവിഷ്യതി. യത് യൂയം എന്തുകൊണ്ടെന്നാൽ, എന്തുകൊണ്ടാണ് ഈ അനുഗ്രഹം നൽകണേന്ന് അതാണ് പറയുന്നത്. യത് എന്തുകൊണ്ടെന്നാൽ യൂയം നിങ്ങൾ പിതുഹു ആദേശം നിങ്ങളുടെ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം അഗ്രഹിഷ്ട സ്വീകരിച്ചു എന്ന് മുദാന്വിത വളരെ സന്തോഷത്തോടു കൂടി തപസ് ചെയ്യാൻ വന്നവരാണെന്ന്. നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ആജ്ഞാപിച്ചത് എന്താണോ അതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചാണ് നിങ്ങൾ ഈ വനത്തിലേക്ക് തപസ് ചെയ്യാൻ വന്നത്. അതഹ ആയതിനാൽ ഉഷതീ കീർത്തി നിങ്ങളുടെ ഈ മഹത്തരമായ കീർത്തി ലോകാൻ ഈ ലോകം മുഴുവൻ അനുഭവിഷ്യതി എന്നും നിലനിൽക്കുകയും ചെയ്യും. അപ്പൊ പ്രചേതസ്സുകളെ കുറിച്ച് എന്നും ഈ ലോകം പറയുമെന്ന് മനസ്സിലായോ? നിങ്ങൾക്കും നിങ്ങളെ സ്മരിക്കുന്നവർക്ക് ഈ വരം നൽകും എന്ന് പറയുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ സ്വന്തം പിതാവിൻ്റെ നിർദ്ദേശത്തെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് ഇത്രയും വർഷം ക്ഷമയോടുകൂടി തപസ് ചെയ്തവരാണ് നിങ്ങൾ, സന്തോഷത്തോടു കൂടി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ മഹത്തരമായ കീർത്തി ലോകം മുഴുവനും അറിയപ്പെടും, നിലനിൽക്കുമെന്നാണ് പറയുന്നത്. ശ്ലോകം 12. ഭവിതാ വിശ്രുതഃ പുത്രഃ അനവമഃ ബ്രാഹ്മണഃ ഗുണൈഃ യാ ഏതാം ആത്മവീര്യേണ ത്രിലോകീം പൂരയിഷ്യതി. ഭവിത നിങ്ങൾക്ക് ലഭിക്കും, വിശ്രുത പുത്രഃ. ഇനി അവരോട് പറയാണ് കേട്ടോ. അപ്പോൾ പ്രചേതസ്സുകളോട് പറയാണ് നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. ഭവിത വിശ്രുതപുത്ര വളരെ വിഖ്യാതനായൊരു പുത്രനെ നിങ്ങൾക്ക് ലഭിക്കും. അനവമ എന്ന് വെച്ചാൽ താഴെ. ബ്രഹ്മണ ഗുണേഹി ബ്രഹ്മാവിൻ്റെ ഗുണങ്ങളെക്കാൾ ഒട്ടും താഴെയല്ലാത്ത രീതിയിൽ, അതായത് ബ്രഹ്മാവിൻ്റെ ഗുണങ്ങളോട് ഒപ്പം നിൽക്കുന്ന ഗുണങ്ങളോട് കൂടിയ ഒരു പുത്രൻ നിങ്ങൾക്കുണ്ടാകും. യഹ അവൻ ഏതാം ആത്മവീര്യേണ അവൻ്റെ സ്വന്തം സന്തതി പരമ്പരകളാൽ ത്രിലോകം 3 ലോകങ്ങളും പൂരയിഷ്യതി നിറയ്ക്കും. അപ്പോൾ പ്രചേതസ്സുകളോട് പറയുന്നു നിങ്ങൾക്ക് ബ്രഹ്മദേവൻ്റെ ഗുണങ്ങൾക്ക് തുല്യം നിൽക്കുന്ന അതിനൊട്ടും താഴെയല്ലാത്ത ഗുണങ്ങളോട് കൂടിയ ഒരു പുത്രൻ നിങ്ങൾക്ക് ജനിക്കും. അവൻ്റെ സന്തതി പരമ്പരകളിലൂടെ ഈ ത്രിലോകങ്ങളും നിറയ്ക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പുത്രൻ ഉണ്ടാവണമെങ്കിൽ അവർക്കൊരു ഭാര്യയെ വേണ്ടേ? അപ്പോൾ പ്രചേതസ്സുകൾക്ക് എല്ലാവർക്കും കൂടി ഒരു പത്നിയെയാണ് കൊടുക്കുന്നത്. അവൾ ആരാണെന്നാണ് ഇനി 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. കണ്ടോഹോ പ്രംലോചയാ ലബ്ധ കന്യാ കമലലോചന താം ച അപവിദ്ധാം ജഗൃഹോ ഭൂരുഹ നൃപനന്ദന. കണ്ടോഹോ കണ്ടുമുനിയുടെ പ്രംലോചയ എന്ന് പറയുന്നത് ഒരു അപ്സര സ്ത്രീ, ദേവലോകത്തുള്ള ഒരു സ്ത്രീയാണ്. കണ്ടുമുനിക്ക് പ്രംലോചയ എന്ന ദേവലോക സ്ത്രീയിൽ ലബ്ധ കിട്ടിയ കമലലോചന കന്യ മനോഹരമായ കണ്ണുകളോട് കൂടിയ ഒരു മകൾ, ഒരു പുത്രി. താം അവളെ ച അപവിദ്ധാം അവളുടെ മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയപ്പോൾ ജഗൃഹു സ്വീകരിച്ചു ഭൂരുഹ വൃക്ഷദേവതകൾ. ഹേ നൃപനന്ദന അല്ലയോ രാജകുമാരന്മാരെ. അപ്പം ആരാ പറയണേ? ഭഗവാൻ മഹാവിഷ്ണു പ്രചേതസ്സുകളോട് പറയാണ്, അല്ലയോ രാജപുത്രന്മാരെ നിങ്ങൾക്ക് വിഖ്യാതനായൊരു പുത്രൻ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. അതിന്
അതിൻ്റെ പത്നി ആരാണ്, നിങ്ങളുടെ പത്നിയായി വരുന്നത് ആരാണെന്നും കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. കണ്ടുമുനി ഒരിക്കൽ തപസ് ചെയ്യുമ്പോൾ ദേവേന്ദ്രൻ ആ തപസ് മുടക്കാനായിട്ട് പ്രംലോചയ എന്ന പേരിൽ ഒരു അപ്സര സ്ത്രീയെ ആ തപസ് മുടക്കാനായിട്ട് അയക്കുകയാണ്. അപ്പോൾ അവളുടെ സൗന്ദര്യത്തിൽ കണ്ടുമുനിയുടെ ആ തപസ് മുടങ്ങുകയും അങ്ങനെ അവളിൽ കണ്ടുമുനിക്ക് ഒരു പുത്രി ലഭിക്കുകയും ചെയ്തു. അപ്പോൾ തപസ് മുടക്കുക എന്ന ഒരു ആവശ്യവുമായിട്ടാണല്ലോ ഈ പ്രംലോചയ അവിടെ വന്നത്. ആവശ്യം കഴിഞ്ഞപ്പോൾ അവൾ ദേവലോകത്തേക്ക് തിരിച്ചുപോയി. അപ്പോൾ അവൾ അമ്മയെ നഷ്ടപ്പെട്ടു ഈ പുത്രിക്ക്. കണ്ടുമുനിയും മകളെ വളർത്താനല്ല, അദ്ദേഹവും മറ്റു ഒരു യോഗീശ്വരന്മാരുടെ ജീവിതം നയിച്ച അദ്ദേഹവും പോയി. അങ്ങനെ അനാഥയായ ഈ പെൺകുട്ടിയെ വൃക്ഷദേവതകളാണ് അവളെ സ്വീകരിച്ച് മകളായിട്ട് വളർത്തിയത് എന്നാണ് പറയുന്നത്. ശ്ലോകം 14. ക്ഷുത്ക്ഷാമായ മുഖേ രാജ സോമാ പീയൂഷവർഷിണി ദേശിനീം രോധമാനായ നിധതേ സദയാന്വിത. ക്ഷുതക്ഷാമായ, വിശപ്പ് മൂലം വളരെയധികം തളർന്ന് ദുഃഖിച്ചിരുന്നു ഈ കുട്ടി. അച്ഛനും അമ്മയും ഇല്ലല്ലോ. ഈ പെൺകുഞ്ഞ് വളരെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ വിശന്ന് തളർന്ന് ക്ഷീണിച്ച് കരയുമ്പോൾ രാജ സോമഹ എന്ന് വെച്ചാൽ രാജാവ്, സോമഹ എന്ന് വെച്ചാൽ ചന്ദ്രൻ, സോമൻ എന്നാൽ ചന്ദ്രൻ. അപ്പോൾ ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് വൃക്ഷങ്ങളുടെ ദേവതയാണെന്നാണ് പറയണേ. ഔഷധ ചെടികളുടെയും വൃക്ഷങ്ങളുടെയും ദേവനാണ് ചന്ദ്രൻ. കാരണം ചന്ദ്രൻ്റെ പ്രകാശത്തിൽ നിന്നുമാണ് ചെടികൾക്ക് വളരാൻ വേണ്ടത് ലഭിക്കുന്നത്. ഔഷധമൊക്കെ ഉണ്ടാകുന്നത് ചന്ദ്രനിൻ്റെ പ്രകാശത്തിൽ നിന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ വൃക്ഷങ്ങളുടെയും ഔഷധ സസ്യങ്ങളുടെയും ദേവനാണ് ചന്ദ്രദേവൻ. അപ്പോൾ ഈ കുഞ്ഞ് വിശന്ന് തളർന്ന് കരഞ്ഞു കിടക്കുമ്പോൾ മുഖേ, അവളുടെ വായിലേക്ക് ചന്ദ്രദേവൻ, കാരണം വൃക്ഷങ്ങളുടെ ദേവതയാണല്ലോ എടുത്തു വളർത്തിയത്, അതായത് ചന്ദ്രനാണ് എടുത്തു വളർത്തിയത്. അദ്ദേഹത്തിൻ്റെ വിരൽ തുമ്പുകൾക്കൊരു പ്രത്യേകതയുണ്ട്. പീയൂഷവർഷിണി, അമൃതം ചൊരിയുന്ന വിരലുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ. ആ വിരലുകൾ ദേശിനി എന്ന് വെച്ചാൽ ചൂണ്ടുവിരലുകൾ. അപ്പോൾ അമൃതം ചൊരിയുന്ന ചൂണ്ടുവിരലുകളോട് കൂടി അദ്ദേഹം ആ ചൂണ്ടുവിരല് രോധമാനായ, അതായത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളുടെ വായിലേക്ക്, മുഖേന്ന് വെച്ചാൽ വായിലേക്ക് നിധതേ വെച്ചു കൊടുക്കും. സ ദയാന്വിത, അവളോട് അനുകമ്പ തോന്നിയിട്ട്. ആ കുഞ്ഞ് വിശന്ന് കരയുന്നത് കണ്ടിട്ട് അനുകമ്പ തോന്നിയിട്ട് വൃക്ഷങ്ങളുടെ ദേവതയായിട്ടുള്ള ചന്ദ്രദേവൻ ആ വിരൽത്തുമ്പുകളിൽ നിന്നും അമൃതം ചൊരിയുന്ന വിരൽത്തുമ്പുകളാണ്. ആ വിരൽത്തുമ്പ് ആ കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്തിരുന്നത് അവൾക്ക് തോന്നിയിട്ട്. അപ്പോൾ ആ വിരൽത്തുമ്പ് വലിച്ചു കുടിക്കുമ്പോൾ അവൾക്ക് കിട്ടിയിരുന്നത് അമൃതമായിരുന്നു എന്നാണ് പറയണേ. അങ്ങനെ സേവിച്ച് വളർന്നവളാവുമ്പോൾ അവൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് മഹാവിഷ്ണു ഭഗവാൻ വന്നിട്ട് പ്രചേതസ്സുകളോട് അവളെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നത്. ശ്ലോകം 15. പ്രജാവിസർഗ ആദിഷ്ട പിത്രാ മാം അനുവർത്തത തത്ര കന്യാം വരാരോഹാം താം ഉദ്വഹത മാ ചിരം. എന്നിട്ട് പറയാണ്, പ്രജാവിസർഗ, സന്താന സൃഷ്ടിക്ക്, ആദിഷ്ട, നിങ്ങളുടെ പിതാവ് നിങ്ങളെ നിർദ്ദേശിച്ചിരിക്കുന്നത് സന്താനോൽപാദനം നടത്താനാണ്. അപ്പോൾ പിതാവിനാൽ ആജ്ഞാപിക്കപ്പെട്ട നിങ്ങൾ, ആദിഷ്ട പിത്ര, അതായത് പിതാവ് നിർദ്ദേശിച്ച നിങ്ങൾ, മാം, എന്നെ അനുവർത്തത, എന്നെ പിന്തുടരുന്ന. അപ്പം ഇത് ഭഗവാനെ പിന്തുടരുകയാണ് ഇപ്പോൾ പ്രാചീന ബർഹിസ്. എന്നെ പിന്തുടരുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് സന്താന സൃഷ്ടി നടത്തുക എന്നതാണ്. അങ്ങനെയുള്ള നിങ്ങൾ തത്ര, അവിടെ ചെന്നിട്ട് കന്യാ വരാരോഹാം, അതിസുന്ദരിയായ ആ കന്യകയെ ഉദ്വഹത, വിവാഹം ചെയ്യുക, മാ ചിരം, സമയം വൈകിക്കരുത്, എത്രയും പെട്ടെന്ന്. അപ്പം നിങ്ങൾ 10 പേരും ഒരുമിച്ച് അവിടെ ചെല്ലുക. നിങ്ങളുടെ പിതാവ് നിർദ്ദേശിച്ചിരിക്കുന്നത് സന്താന സൃഷ്ടി നടത്തുവാനാണ്. അപ്പോൾ അവിടെ ചെന്ന് അതിസുന്ദരിയായ ആ പെൺകുഞ്ഞിനെ, കാരണം നിങ്ങളുടെ പത്നിയാവാൻ അവൾ തീർച്ചയായും യോഗ്യതയുള്ളവളാണ്. അപ്പോൾ കാരണം അവൾ വളർന്നത് ആ അമൃത സേവിച്ചിട്ടാണ്. അപ്പോൾ അവളെ എത്രയും പെട്ടെന്ന് നിങ്ങൾ വിവാഹം കഴിക്കണം. മാം ചിരാന്ന് വെച്ചാൽ ഒട്ടും സമയം കളയരുത്, പെട്ടെന്ന് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾ 10 പേരും അവളെ ഒരുമിച്ച് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞത്? അതിൻ്റെ കാരണമാണ് 16ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപൃഥക് ധർമ്മശീലാനാം സർവേഷാം വഹ സുമധ്യമ അപൃഥക് ധർമ്മശീല ഇയം ഭൂയാത് പത്നി അർപ്പിത ആശയം.
ആ പൃഥക് ധർമ്മശീലാനം, ആ പൃഥക് എന്ന് വെച്ചാൽ ഒരു വ്യത്യാസവും ഇല്ലാത്ത ധാർമ്മിക ആചാരങ്ങളും ആചരണവും, ശീലം എന്ന് വെച്ചാൽ സ്വഭാവത്തോടു കൂടിയ നിങ്ങൾ, സർവേഷാം വഹ നിങ്ങളെല്ലാവരും, സുമധ്യമ വളരെ സുന്ദരിയായിട്ടുള്ള, അതോടൊപ്പം അവളുടെ പ്രത്യേകത ആ പൃഥക് ധർമ്മശീലേ ഇയം, ഇതേപോലെ തന്നെ നിങ്ങളിൽ നിന്നും യാതൊരു വ്യത്യാസവുമില്ലാത്ത നിങ്ങളെപ്പോലെ തന്നെ ധർമ്മശീലയായിട്ടുള്ള ആ സുന്ദരിയായ പെൺകുട്ടിയെ അതുകൊണ്ട് തീർച്ചയായും പത്നിയും ഭൂയാത് നിങ്ങളുടെ പത്നിയായി നിങ്ങൾ അവളെ വിവാഹം കഴിക്കണം. അർപ്പിത ആശയ, പൂർണ്ണമായും നിങ്ങളിൽ പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടവളായ അവളെ നിങ്ങൾ വിവാഹം കഴിക്കണം. കാരണം നിങ്ങൾ 10 പേരും ഒരേ ശീലം, ഒരേ ധർമാചരണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ 10 പേര്, നിങ്ങളെ 10 പേരും ഒരേ ശീലവും ഒരേ ധർമാചരണം ആയതുകൊണ്ട് ഒരാൾക്കും വേണ്ട, അവൾ ചേർന്നവളല്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അതേ സ്വഭാവം തന്നെയാണ് ആ പെൺകുട്ടിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് 10 പേർക്കും ചേർന്നത് അവൾ ഒരാളാണ്. അതുകൊണ്ടാണ് അവളെ വിവാഹം കഴിക്കണം എന്ന് പറയുന്നത്. അതാണ് ആ പറഞ്ഞ് ധർമാചരണത്തിലും ശീലത്തിലും ഒരു വ്യത്യാസമില്ലാത്ത നിങ്ങൾ 10 പേരും, നിങ്ങളെല്ലാവരും നിങ്ങളുടെ അതേ സ്വഭാവവും ശീലവുമുള്ള അവളെ വിവാഹം കഴിക്കണം. പൂർണ്ണമായും നിങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ടവളായി നിങ്ങളുടെ പത്നിയായി അവൾ ഭവിക്കും എന്ന് നിർദ്ദേശവും കൊടുത്തു. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് ശനിയാഴ്ച നോക്കാം. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നമസ്തേ അമ്മേ. അപ്പോൾ